അയോധ്യയിലെ രാമക്ഷേത്രത്തെ അനുകൂലിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നടത്തിയ പരാമർശത്തിൽ വിവാദം കെട്ടടങ്ങുന്നില്ല. IN-ലും KT ജലീലും അടക്കം എതിർചേരി ഇത് ആയുധമാക്കുമ്പോൾ പരാമർശത്തിനെതിരെ ലീഗിനുള്ളിലും പ്രതിഷേധം ശക്തമാവുകയാണ്. തീവ്ര നിലപാട് ഭിന്നിപ്പ് രൂക്ഷമാക്കുമെന്നും പാണക്കാട് കുടുംബം സ്വീകരിച്ചത് പരമ്പരാഗത നിലപാടാണ് എന്നും സാദിഖ് അലി തങ്ങൾ പിന്തുടർന്നത് എന്ന അഭിപ്രായവും പാർട്ടിയിലെ ഒരു വിഭാഗത്തിനുണ്ട്. ഭാരതരത്നം മലപ്പുറത്തേക്ക് എത്തുമോ എന്നായിരുന്നു KT ജലീലിന്റെ പരിഹാസം. സാദിഖ് അലി ശിഹാബ് തങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശം ആണ് ഇപ്പോൾ പുറത്തുവരികയും ഇത്തരത്തിൽ ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. ഒരു വലിയ സംഭവം നമ്മുടെ രാജ്യത്ത് നടന്നു എന്ന് നമുക്കറിയാം. രാജ്യത്തെ ബഹുഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം അതൊരു യാഥാർത്ഥ്യമാണ്. അത് രാജ്യം അതിൽ നിന്നും നമുക്ക് പുറകോട്ട് പോകുവാൻ സാധിക്കുകയില്ല. അത് രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്നൊരു സമൂഹത്തിന്റെ ആവശ്യമാണ്. അത് അയോധ്യയിൽ നിലവിൽ വന്നു എന്നുള്ളതാണ്. പക്ഷെ അതേക്കുറിച്ച് നമ്മൾ അതിന് പ്രതിഷേധിക്കേണ്ട മറ്റോ കാര്യമൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം അത് ബഹുസ്വര സമൂഹത്തിൽ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളുണ്ട്, പാരമ്പര്യങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിലവിലുന്ന ക്ഷേത്രം, കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിർമ്മിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ബാബരി മസ്ജിദ്, ഇത് രണ്ടും ഇന്ത്യയുടെ ഭാഗമാണ്. രണ്ടും ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ്. നമ്മൾ അതിനെ ഉൾക്കൊള്ളുക. ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് രാമക്ഷേത്രവും അവിടെ പണിയാൻ പോകുന്ന ബാബരി മസ്ജിദ്. അത് കർത്തവ്യകർത്താർത്ഥവും നമുക്കറിയാം. നമുക്കതിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു ആ കാലത്ത്. പക്ഷെ അവിടെ സഹിഷ്ണുതയോടെ അതിനെ നേരിടുവാൻ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കേരളത്തിനാണുള്ള മുസ്ലിം സമൂഹം വളരെയേറെ സെൻസിറ്റീവായും വളരെ ഒരു ഊർജ്ജസ്വലതയോടെയും ജീവിക്കുന്ന ഒരു പ്രദേശം. പക്ഷെ ഇവിടെ അന്ന് രാജ്യത്തിന് മുഴുവനുള്ള മാതൃക കാണിച്ചു കൊടുക്കുവാൻ നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അന്ന് എല്ലാവരും ഉറ്റുനോക്കിയത് മറ്റാരെയും ആയിരുന്നില്ല. തകർന്നത് ബാബരി മസ്ജിദാണ്, തകർക്കപ്പെട്ടത് UP-യിലാണ്, അയോധ്യയിലാണ്. പക്ഷെ രാജ്യവും രാജ്യത്തെ രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ ഉറ്റുനോക്കിയത് ഇങ്ങ് തെക്കേ അറ്റത്തുള്ള കേരളത്തിലേക്കാണ്. അവരുറ്റുനോക്കിയത് മറ്റൊന്നിനുമല്ല, ഇവിടെ സമാധാനത്തിന്റെ പൂത്തിരി കത്തുന്നുണ്ടോ എന്നാണ് അവർ നോക്കിയത്. പാർട്ടിയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, നേരത്തെ നടത്തിയ ഒരു പരാമർശമാണ്, അത് പിന്നീട് പുറത്തു വരികയും വലിയ ചർച്ചയായി മാറുകയും ഒക്കെ ചെയ്യുന്നു. കുഞ്ഞാലിക്കുട്ടി തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഇതിനെ വ്യാഖ്യാനിച്ച് വഷളാക്കേണ്ടതില്ല, തെറ്റായി വ്യാഖ്യാനിക്കേണ്ടതുമില്ല, സംഘപരിവാറിന്റെ അജണ്ടയ്ക്ക് വശംവദരായി പോകരുത് എന്ന സന്ദേശം തന്നെയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നൽകിയത് എന്നാണ്. പക്ഷേ അത് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ, അംഗീകരിക്കാൻ ലീഗിനകത്ത് തന്നെയുള്ളവർ തയ്യാറല്ല എന്നാണോ? അഭിലാഷ്, തീർച്ചയായും ലീഗിനുള്ളിലും ഒപ്പം പണ്ഡിത സംഘടനയായ സമസ്തയ്ക്കുള്ളിലും വലിയ ഭിന്നത അല്ലെങ്കിൽ വലിയ അഭിപ്രായ വ്യത്യാസം ഇതുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടു വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് മഞ്ചേരി പുൽപ്പറ്റയിൽ ലീഗ് അധ്യക്ഷൻ ഇത്തരത്തിലൊരു പ്രസംഗം നടത്തിയത്. എന്നാൽ പ്രസംഗം പുറത്തു വരുന്ന സാഹചര്യം ആയപ്പോഴേക്കും കുറച്ചുകൂടി കാര്യങ്ങൾ മുന്നോട്ട് പോയി. ബാബരി മസ്ജിദിന്റെ സ്ഥാനത്ത് അമ്പലം വന്നതിനപ്പുറം ഗ്യാൻവാപ്പി പള്ളിയിൽ പൂജയ്ക്കായി ഒരു വിഭാഗം, ഹിന്ദുക്കൾക്കായി ഒരു ഭാഗം തുറന്നു കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്കും കാര്യങ്ങൾ നീങ്ങി. അതേ കാന്തപുരം അടക്കമുള്ള മറ്റ് വശങ്ങളിൽ നിന്നും മുസ്ലിം സംഘടനകളിൽ നിന്നും കടുത്ത എതിർപ്പ്, വലിയ പരാമർശങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന സാഹചര്യത്തിലാണ് ഈ ക്ഷേത്ര നിർമ്മാണത്തെ ലഘൂകരിച്ച്, അല്ലെങ്കിൽ ബാബറി മസ്ജിദും വരാൻ പോകുന്ന ബാബറി മസ്ജിദും അയോധ്യ ക്ഷേത്രവും ഈ മതേതരത്വത്തിന്റെ വലിയ പ്രതീകമായി വാഴും എന്ന് അദ്ദേഹം പറയുന്നത്. ഒപ്പം ഇന്ത്യയിലെ ഏറ്റവും സെൻസിറ്റീവായ മുസ്ലിങ്ങളാണ് കേരളത്തിലുള്ളത്. ബാബരി മസ്ജിദ് പ്രശ്നം വന്നപ്പോൾ രാജ്യമൊട്ടുക്കും കേരളത്തിലേക്കാണ് ഉറ്റുനോക്കിയത്. ഇവിടെ സമാധാനത്തിന്റെ പൂത്തിരി കത്തുന്നുണ്ടോ എന്നാണ് നോക്കിയത് നടക്കമുള്ള കാര്യങ്ങളും അദ്ദേഹം പറയുന്നു. ഒപ്പം രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നടത്തിയ പരാമർശത്തിൽ ആണ് ഇപ്പോഴും വിവാദം അവസാനിക്കാത്തത്.
രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും ബഹുമാനിക്കുന്ന ശ്രീരാമസ്വാമി ക്ഷേത്രം അതൊരു യാഥാർത്ഥ്യമാണ്. അതിൽ നിന്ന് നമുക്ക് പിന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നും അത് രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന സമൂഹത്തിൻ്റെ ആവശ്യമായിരുന്നു എന്നുമായിരുന്നു സാദിഖ് അലി ശിഹാബ് തങ്ങൾ നേരത്തെ പറഞ്ഞത്. അയോധ്യയിൽ ആ ക്ഷേത്രം നിലവിൽ വന്നിട്ടുണ്ട്. അതിൽ പ്രതിഷേധിക്കേണ്ട കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നിലവിലില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശം. ബഹുസ്വര സമൂഹത്തിൽ ഓരോരുത്തർക്കും വിശ്വാസങ്ങളും ആചാരങ്ങളുമുണ്ട്. അതിനനുസരിച്ച് മുന്നോട്ടു പോകണം. ഇത് നമ്മുടെ മതേതരത്വത്തിന് മാതൃകയാണ് എന്ന പരാമർശം ആണ് വിവാദമായിട്ടുള്ളത്. എന്നാൽ ഇത് വിവാദമാക്കേണ്ടതില്ല എന്ന് മുസ്ലിം ലീഗ് നേതൃത്വം തന്നെ വ്യക്തമാക്കിയതാണ്. എന്നാൽ ഈ പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി KT ജലീൽ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് എത്തുകയും ചെയ്തു. സാദിഖ് അലി തങ്ങൾ മാപ്പ് പറയണം എന്നുള്ളതായിരുന്നു INLന്റെ ആവശ്യം. ഹിന്ദു ശക്തികളെ പ്രീണിപ്പിക്കുന്ന വിധത്തിൽ ആണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രസ്താവന നടത്തിയത് എന്ന വിമർശനം കൂടി ഉന്നയിക്കുന്നു. അങ്ങനെ ഭാരതരത്ന മലപ്പുറത്തേക്ക് എത്തുമോ എന്നതുൾപ്പെടെയുള്ള വിമർശനമാണ് ഉന്നയിക്കപ്പെട്ടത്. ഇതിൽ അനീഷ് എടുത്തു പറയേണ്ടത് ഈ പരാമർശവുമായി ബന്ധപ്പെട്ട് KT ജലീലും INLുമാണ് വലിയ വിമർശനം ഉന്നയിക്കുന്നത്. ഇത് വലിയൊരു ശതമാനം ഹൈന്ദവ സമൂഹത്തെ തന്നെ, അതായത് മതേതര മൂല്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന ഹൈന്ദവ വിഭാഗങ്ങളെയും അവഹേളിക്കുകയാണ് തങ്ങൾ ചെയ്തത് എന്ന വിമർശനം അടക്കം INL ഉയർത്തുകയാണ്. തീർച്ചയായും INL ആണ് സത്യത്തിൽ ഈ പ്രസ്താവന കൂടുതൽ ഒരു ജനശ്രദ്ധയിലേക്ക് അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പരക്കെ എടുത്തിട്ടതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. INL വർക്കിംഗ് പ്രസിഡന്റ് NK അബ്ദുൽ അസീസ് ആണ് ഫേസ്ബുക്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പോസ്റ്റ് ഇട്ടത്. RSSന്റെ രാഷ്ട്രീയ ഹിന്ദുത്വമല്ല യഥാർത്ഥ ഹൈന്ദവ വിശ്വാസികളുടെ ആത്മീയ ഹിന്ദുത്വം എന്ന് അദ്ദേഹം പോസ്റ്റിൽ പറഞ്ഞു. ഒപ്പം RSSന്റെ രാമരാജ്യം ഗാന്ധിജി വിഭാവനം ചെയ്ത രാമരാജ്യമല്ല എന്നും പറയുന്നു. ഇവ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതായത് RSSന്റെ വാദങ്ങൾക്ക് ഏതാണ്ട് അംഗീകാരം നൽകുന്ന അല്ലെങ്കിൽ RSSന്റെ അജണ്ടയോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള പ്രസംഗമാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നടത്തിയതെന്നാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടി പറഞ്ഞു വെക്കുന്നത്. ഈ രണ്ട് വ്യത്യാസം, അതായത് RSSന്റെ ഹിന്ദുത്വവും യഥാർത്ഥ ഹിന്ദുത്വവും RSSന്റെ രാമരാജ്യവും ഗാന്ധിജി കണ്ട രാമരാജ്യവും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിലും ഇത് വ്യത്യാസം അറിയാത്തവരല്ല കേരളത്തിലെ നേതാക്കൾ. അവർ തങ്ങളുടെ അണികളെ എന്തിന് മണ്ടന്മാരാക്കുന്നു എന്ന ചോദ്യമാണ് ഉയർത്തിയിരിക്കുന്നത്. ഒപ്പം ഈ INLന്റെ മറ്റ് വിഭാഗങ്ങളും രൂക്ഷമായ വിമർശനങ്ങളുമായി എത്തിയിരിക്കുന്നു. സാദിഖ് അലി ശിഹാബ് തങ്ങൾ തൻ്റെ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്ന ആവശ്യം പോലും ഈ കാസിം ഇരിക്കൂറിനെ പോലുള്ള ആളുകൾ മുന്നോട്ട് വെച്ചിരിക്കുന്നു. എന്തായാലും ലീഗിൻ്റെ ഭാഗത്തു നിന്നും നേരിട്ടുള്ള അല്ലെങ്കിൽ ലീഗ് അണികളുടെ ഭാഗത്തു നിന്നും നേരിട്ടുള്ളൊരു പരാമർശമോ പ്രതികരണമോ ഇതേക്കുറിച്ച് ഉണ്ടായില്ല. PK കുഞ്ഞാലിക്കുട്ടിയാണെങ്കിലും പറഞ്ഞത് ഈ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രസ്താവന ദുർവ്യാഖ്യാനം ചെയ്ത് കുഴപ്പത്തിലാക്കേണ്ട BJPയുടെ കെണിയിൽ പ്രവർത്തകരും ആളുകളും വീഴാതിരിക്കുന്നതിനുള്ള വാക്കുകളാണ് അദ്ദേഹം, ആളുകളെ കൂടുതൽ ആത്മവിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ബാബറി മസ്ജിദ് തകർന്ന കാലത്തും അന്നും ലീഗ് അധ്യക്ഷൻ്റെ നിലപാട്, അന്നത്തെ ലീഗ് അധ്യക്ഷൻ്റെ നിലപാട് ഇങ്ങനെ തന്നെ ആയിരുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അതായത് അന്തരീക്ഷം ചൂടുപിടിച്ച് നിൽക്കുമ്പോൾ ആ ചൂടുപിടിച്ച അന്തരീക്ഷത്തെ തണുപ്പിക്കുന്നതിനുള്ള ഒരു പ്രതികരണം മാത്രമാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനുശേഷം ഇന്നലെ അദ്ദേഹം ഈ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ SKSSMന്റെ സമസ്തയുടെ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം കുറച്ചുകൂടെ കാര്യങ്ങൾ മാറ്റിയിരുന്നു. ഓരോ വിഭാഗത്തിനും ആരാധന നടത്തുന്നതിനുള്ള അവകാശം രാജ്യത്തുണ്ട്. 1991 ആരാധനാലയ സംരക്ഷണ നിയമം ഇതാണ്. ഇതനുസരിച്ച് ഒരു വിഭാഗം പൂജ നടത്തുന്ന ഇടത്ത് മറ്റൊരു വിഭാഗം പൂജ നടത്തുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അതായത് ആദ്യത്തെ പ്രസംഗം വിവാദമായ സാഹചര്യത്തിൽ ഗ്യാൻവാബി പള്ളിയുടെ കൂടി പശ്ചാത്തലത്തിൽ മറ്റൊരു നിലപാടുമായി അല്ലെങ്കിൽ കുറച്ചുകൂടി ആളുകളെ കയ്യിലെടുക്കുന്ന അല്ലെങ്കിൽ